ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ വന്നത് ഒരു വിസ്മയ കേസ്. കിരൺ ഒരു കൊലപാതകി ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിലും നിയമം ചത്തുപോയി, നിയമവ്യവസ്ഥകൾ മരിച്ചുപോയി. കാരണം പറഞ്ഞാൽ, ഇതുപോലെയുള്ള കൊലപാതകികളെ കുറച്ച് നാളത്തേക്ക് ജനങ്ങളിൻ്റെ വിഡ്ഢികളായ ജനങ്ങളിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവരെ കുറച്ച് കാലം നമ്മുടെ നീതിപ്പണവും കൊണ്ട് ജയിലിൽ തിന്നാനും കൊടുത്തിട്ട്, കുറേ നാൾ കഴിയുമ്പോൾ പണത്തിൻ്റെ മുകളിൽ ഈ നിയമവും കൂടി കണ്ണ് അടച്ചുകൊണ്ട് നിയമവ്യവസ്ഥകൾ നടപ്പിലാക്കുമ്പോൾ ഒന്ന് കോടതിയും നിയമവും ചിന്തിക്കണം. എന്തെന്നറിയാം, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ, നമ്മുടെ അമ്മമാർ, അച്ഛന്മാർ കൊല ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ വേദന മനസ്സിലാകണമെങ്കിൽ അത് അവനവൻ്റെ മക്കൾക്കോ ആർക്കെങ്കിലും വരണം. ഞാനിത് പറയുന്നത്, നമ്മുടെ കേരളത്തിൽ ഇന്ന് എന്ത് നടന്നാലും പിടിച്ചുപറി, കൊലപാതകം, കഞ്ചാവ്, പെണ്ണ് പിടിക്കൽ, പെണ്ണ് കേസുകൾ, ഒന്നിനും ആർക്കും നിയമത്തിനെ പേടിയില്ലാണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കേരളം ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് എന്ന് പറയാൻ ലജ്ജിക്കുന്ന ആളാണ് ഞാൻ. കാരണം സമാധാനമില്ല, പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ വയ്യ. എവിടെ എന്ത് എപ്പോൾ സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ നിയമവ്യവസ്ഥയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി മുതൽ നിയമം എന്ന് പറയുന്നത് ജനങ്ങൾ കൈകാര്യം ചെയ്യണം. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ പകരം വീട്ടണം. അല്ലാതെ നിയമം അവരിനെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞാൽ നിയമത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നിയമം ഒരു ചുക്കും ചെയ്യില്ല എന്നുള്ളത് ഓരോന്നിലും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. കുഞ്ഞു കുട്ടികളെ റേപ്പ് ചെയ്യുന്നു, കൊല്ലുന്നു, ചാക്കിൽ കെട്ടിവെക്കുന്നു, തോടുകളിൽ വലിച്ചെറിയുന്നു, ഉപേക്ഷിക്കപ്പെടുന്നു. എന്നിട്ട് നിയമം എന്തു ചെയ്തു? നമ്മളതിൻ്റെ നീതിപ്പണം കൊണ്ട് കോടതിയിൽ അവർ ജയിലിൽ സുന്ദരമായി മട്ടനും ഇറച്ചിയും മീനും കൂട്ടി കഴിക്കുന്നു. എന്നിട്ട് അവർ തടിച്ചു കൊഴുത്ത് നല്ല ഭംഗി വെച്ച് അവർ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ നിയമം എന്ന് പറയുന്നത് വെറും ഒരു വാക്കിലൂടെയും പുസ്തകത്തിലൂടെയും മാത്രമാണോ നിയമം? അത് നടപ്പിലാക്കാനുള്ള കഴിവ് കോടതിക്ക് ഇല്ലെങ്കിൽ, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ സൗദി പോലെ, കുവൈറ്റിലെ പോലെ ആ നിയമം നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിൽ കോടതി എന്ത് ചെയ്യണം? നാട്ടുകാർക്ക് വിട്ടുകൊടുക്കണം നിയമം. സ്വന്തം മക്കൾ പോകുമ്പോൾ അതിൻ്റെ വേദന അറിയണമെങ്കിൽ അത് സ്വന്തം ചോരയിലേക്ക് ഒരു അപകടം വരണം. പിന്നെ ഈ ജാമ്യം കൊടുത്തു, അവൻ പുറത്ത് വന്ന് ഇനി ഗവൺമെൻറ് ജോലിയും കൂടി കൊടുക്കുന്ന അവൻ സുഖസുന്ദരമായ ഗവൺമെൻറ് ജോലിൻ്റെ ശമ്പളവും വാങ്ങി ഫുഡടിച്ച് കഴിഞ്ഞ് നടക്കട്ടെ. ഇതുപോലെയുള്ള എത്ര അച്ഛനും അമ്മമാരും ഇന്ന് ഈ ലോകത്തിൽ കരയുന്നുണ്ട്, വേദന ഉണ്ട്. കാരണം നിയമം എന്ന് പറയുന്നത് ഒരു പ്രതിമനെ വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ സ്ഥലാസു തൂക്കിയിട്ട്, നിയമമാണ് എപ്പോഴും പൊന്തി നിൽക്കുന്നത് എന്ന് വിചാരിക്കുന്നത് വെറും ഒരു വിഡ്ഢിത്തരമാണ്. പണമാണ് മേലെ, പണത്തിന് മീതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ പണമുണ്ടെങ്കിൽ ഏത് പരനാറിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണ് കോടതി ഈ കേസിൽ കൂടെ തെളിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു നമ്പൂരി സ്വന്തം മകളെ റേപ്പ് ചെയ്ത് കൊന്നവനെ കൊന്നില്ലേ എന്ന പോലെ നമ്മളിൻ്റെ സ്വയം രക്ഷ നമ്മൾ തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അഭിപ്രായത്തോടുകൂടി യോജിക്കുന്നവരെനിക്ക് ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇനി മുതൽ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ ഇനി ആർക്കും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ല. ഭരിക്കുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അത് അവനവന് വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ വേദന എന്താണെന്ന് അറിയുള്ളൂ. ഇത് ഒരു മകളിൻ്റെ വേദന, അല്ലെങ്കിൽ അനുഭവിക്കുന്ന അച്ഛനും അമ്മൻ്റെ വേദന, ഇതൊന്നും കോടതിക്കും അറിയണ്ട, നിയമത്തിനും അറിയണ്ട. അവൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് പറഞ്ഞ് അവന് ഇളവ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? സൗദിയിൽ പോലെ കഴുത്തറുത്ത് കൊല്ലണം, അല്ലെങ്കിൽ കുവൈറ്റിലെ പോലെ തൂക്കിക്കൊല്ലണം.
ആ നിയമമാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഏതെങ്കിലും ഒരാണ് ഈ ഇന്ത്യ ഭരിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ കേരളം ഭരിക്കുന്നുണ്ടോ? ആ നിയമമാണ് കൊണ്ടുവരേണ്ടത്. കഞ്ചാവ് വിൽക്കുന്നവൻ്റെ കൈ വിരട്ടിയെടുക്കണം. അതിന് കഴിവുള്ളവർ വേണം ഇന്ത്യ ഭരിക്കാൻ. അല്ലാണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നടന്നിട്ട് കുറച്ച് നാൾ അവരിനെ ജയിലിൽ കിടത്തി അവരിനെ ജാമ്യത്തിൽ വിട്ടിട്ട് ഈ കോടതിയൊന്നും ഇനി ആരും വിശ്വസിക്കേണ്ട. നിയമമൊന്നും ആർക്കും കിട്ടാൻ പോകുന്നില്ല, നിയമവ്യവസ്ഥകളും മാറാൻ പോകുന്നില്ല. കാരണം അത് മാറ്റണമെങ്കിൽ ചങ്കിൽ തട്ടിയ വേദന ഭരിക്കുന്ന ആൾക്കാർക്ക് വരണം, എന്നാലേ നിയമം മാറാൻ പറ്റുള്ളൂ. ഞാനാണ് ഒരു ആഭ്യന്തരമന്ത്രി എങ്കിലുണ്ടല്ലോ, ഇതുപോലെയുള്ള കാബാലികന്മാരെ ഞാൻ അതാത് നിയമം ഓരോ നാട്ടിലും ഉള്ള പോലെ, ഗൾഫ് കൺട്രിയിലുള്ള പോലെയുള്ള നിയമം കൊണ്ടുവരുമായിരുന്നു. എന്നാലേ പെണ്ണുങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുള്ളൂ, ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ സ്വന്തമായി സന്തോഷമായി ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഒരു നിയമമുണ്ട് എന്ന് പറഞ്ഞ് ഒരു ജഡ്ജി കുപ്പായം ഇട്ട് വന്ന് കോടതിയിൽ വന്നിട്ട് ചുറ്റിയും കൊണ്ട് തല്ലിയിട്ട് പറയുന്നതല്ല നിയമം. അത് നടപ്പാക്കാൻ കഴിവുള്ള ഒരു ജഡ്ജിയെങ്കിലും ഈ ഇന്ത്യയിലുണ്ടെങ്കിൽ എനിക്കിതിൽ കമൻ്റ് എഴുതി അറിയിക്കണം. ഒരാണായിട്ട് ഒരു ജഡ്ജിയെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാബാലികന്മാരെ തൂക്കിൽ കയറിൽ തൂക്കിക്കൊല്ലുന്ന ആ നിമിഷമായിരിക്കും ഞാൻ സല്യൂട്ട് അടിക്കുന്നത്. ഞാനൊരു പോലീസുകാരൻ്റെ മകളാണ്. അതിൻ്റെ വേദന അറിയണമെങ്കിൽ അത് സ്വന്തമായി അനുഭവിക്കണം, മനുഷ്യനായിട്ട് ജനിക്കണം. അല്ലാണ്ട് നിയമം എന്ന് പറയുന്നത് ബുക്കിൽ മാത്രം എഴുതി വയ്ക്കാനുള്ളതല്ല. നിയമം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഹൃദയം വേണം. മനസ്സിലാവുണ്ടോ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വേദനയാണ് ഞാൻ ഈ പറയുന്നത്. നിയമത്തിന് ഇത്രയും ഒരു കുപ്പൻ്റെ വില പോലും ഇല്ല എന്നുള്ളത് ഈ കിരണിൻ്റെയും വിസ്മയ കൊലക്കേസിലും ഒരുപാട് കൊലക്കേസുകളിൽ അനുഭവിച്ചറിഞ്ഞ ജനങ്ങളെ ഇനിയെങ്കിലും നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് നല്ല ആൾക്കാർ, നിയമം നടപ്പിലാക്കുന്ന ആൾക്കാർ ഇനിയെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുത്ത് അവരെ നിയമത്തിലെ മന്ത്രിമാരായിട്ടും ജഡ്ജിമാരായിട്ടും നിയമിക്കാനുള്ള കഴിവുള്ള ഒരാളായിരിക്കണം ഇന്ത്യ ഭരിക്കുന്നത്. അല്ലാതെ കുറേ ഗൾഫ് രാജ്യങ്ങളിൽ ചുറ്റിയടിച്ചു, ഇല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കുറേ പോയി, അല്ലെങ്കിൽ കുറേ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതല്ല. പാവപ്പെട്ട ജനങ്ങൾക്ക് നിയമം നടപ്പിലാക്കാൻ കഴിവുള്ള ആൾക്കാരായിരിക്കണം ഇനിയെങ്കിലും ഇന്ത്യ ഭരിക്കുന്നതും അതാത് രാജ്യങ്ങൾ ഭരിക്കുന്ന മന്ത്രിമാരും ജഡ്ജിമാരും. നമ്മൾ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും വിചാരിക്കുന്നത് ജഡ്ജിനെയാണ്. ആ ജഡ്ജി തന്നെ ഈ നാറിത്തരം ചെയ്യുമ്പോൾ പിന്നെ എന്ത് ജഡ്ജി? ആ നിയമക്കുപ്പായത്തിന് എന്ത് വില? സ്വന്തം ജഡ്ജിൻ്റെ ഭാര്യ വരെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. പിന്നെ ഇനിയാണ് പാവപ്പെട്ട നമ്മളെപ്പോലെയുള്ളവർക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു നമസ്കാരം. ഓക്കെ, ബൈ.